ഗ്രാൻഡ് വിറ്റാര എന്ന വണ്ടി എത്തുമെന്ന് പറഞ്ഞു. ഇന്നത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് വേരിയൻ്റ് ആയ ഗ്രാൻഡ് വിറ്റാര. വണ്ടി ബേസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പോൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. ആദ്യം തന്നെ വരുന്നത് നോക്കുകയാണെങ്കിൽ DRL വരുന്നത്. ബേസ് വേരിയൻ്റ് തന്നെ അതെല്ലാം വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാമ്പായിട്ടും ഹെഡ് ലാമ്പായിട്ടെല്ലാം യൂസായി വരുന്നത് ഇതാണ് ശരിക്കും ഫോഗ് ലാമ്പല്ല, ഹെഡ് ലാമ്പ്. പിന്നീട് വരികയാണെങ്കിൽ ആ ഒരു എന്താ പറയുക, ഗ്രാൻഡ് വിറ്റാരയുടെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ആ ഒരു ഗ്രില്ല് കാണാം ഫ്രണ്ടിൽ തന്നെ. ഇവിടെയാണ് തൊട്ട് താഴെയായിട്ടാണ് ഈ വണ്ടിയിൽ 360 ക്യാമറ ആഡ് ചെയ്തിരിക്കുകയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൊക്കെ ആയിട്ട്. പിന്നെ സുസുക്കി എന്ന ബാഡ്ജിങ് ക്രോം ഫിനിഷിൽ പിന്നെ വരുന്നുണ്ട്, അത് ആഡ് ചെയ്തതാണ്. പിന്നെ ഗ്രാൻഡ് വിറ്റാര എന്ന ഒരു ബാഡ്ജിങ് ഇതിൽ കറക്റ്റായിട്ട് ബാഡ്ജിങ് വന്നിട്ടുണ്ട്, എഴുതി വന്നിട്ടുണ്ട്. അത് ടൊയോട്ട ഹൈറൈഡറിലാകുമ്പോൾ ഹൈറൈഡർ എന്നായിരിക്കും. പിന്നെ വരാണെങ്കിൽ അടിയിലേക്ക് വരുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു സിൽവർ ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ ഈ സൈഡിൽ ആ ഒരു ഫോഗ് ലാമ്പെല്ലാം കാണുമ്പോൾ തന്നെ രണ്ടും കൂടി ആ ഒരു എല്ലാം ക്രോം ഫിനിഷിലും നെക്സ ബ്ലൂവിൽ ആ ഒരു ക്രോം ഫിനിഷ് വരുമ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തന്നെ വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ ടയറിലേക്ക് വരാണെങ്കിൽ വണ്ടി റിമ്മിൽ ആണ് വണ്ടി ഇപ്പോൾ ബേസിൽ കിടക്കുന്നത്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വീൽ കപ്സ് വന്നിട്ടുണ്ട് സുസുക്കിയുടെ തന്നെ നോർമൽ ടൈപ്പ്. പിന്നെ മിറേഴ്സ് എല്ലാം ഫോർഡബിൾ ആണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ റെയിൻ ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്, അതിലും ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൽസ് അതും വണ്ടിയിൽ അത്യാവശ്യം തന്നെ ഭംഗിയിലാണ് കിടക്കുന്നത്. വണ്ടി ആകെ ചെളിയിലാണ്, ഒരു വലിയൊരു യാത്ര കഴിഞ്ഞ് കൊണ്ടിട്ട കാരണം തന്നെ വണ്ടി ഭയങ്കര ചെളിയിലാണ്, ഇത്തിരി അഴുക്കാണ്. എന്നാലും വീഡിയോ എടുക്കാൻ പറ്റിയ ദിവസം ഇന്നായതുകൊണ്ട് ഓടി വന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ പുതിയ ഒരു വണ്ടികളിലെല്ലാം വരുന്നത് ഇപ്പോൾ ഈ ഒരു കളർ വരുന്നില്ല, വണ്ടിയുടെ പെയിൻറ് കളറിലല്ല വരുന്നത്, ഇപ്പോൾ ബ്ലാക്കാണ് വരുന്നത്. അതിത്തിരി മോശമാണ്. എന്തുകൊണ്ടോ ഈ ഒരു ഓണറിൻ്റെ ഭാഗ്യം കൊണ്ട് വണ്ടി ആ ഒരു കളറിൽ തന്നെ കിട്ടിയായിരിക്കും. ഇപ്പോൾ ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പിന്നെ അടിയിൽ വരാണെങ്കിൽ ഒരു ക്രോം ഫിനിഷ് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഉള്ളത് ആ ഒരു മാറ്റ് ബ്ലാക്കിലുള്ളത് തന്നെയാണ്, അതുമൊന്നും ഫൈബറിനൊന്നും ചെയ്തിട്ടില്ല, അത് നോർമൽ ടൈപ്പിൽ കിടക്കുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരാണെങ്കിൽ ടെയിൽ ലാമ്പ് ആ ഒരു സുസുക്കി ഒരു ടെയിൽ ലാമ്പ് അത്യാവശ്യം ഗംഭീരം തന്നെയാണ്. കളറിങ്ങിലും കാര്യങ്ങളിലൊക്കെ അത് ലൈറ്റ് കത്തി ഇങ്ങനെ ഒരു കത്തിയെടുക്കുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ്. പിന്നിലും നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. അടുത്ത ക്യാമറ ഇവിടെ ബാക്കിലത്തെ ക്യാമറ. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊരു ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ബാക്കി റിവേഴ്സിൻ്റെ ലൈറ്റ് എല്ലാം കത്തുന്നത് ഇവിടെയാണ് വരുന്നത്. അതിലും ഒരു ക്രോം ഫിനിഷ് എന്നൊരു രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിലും ആ ഒരു സിൽവർ കളർ വന്നിട്ടുണ്ട്, അതും വണ്ടിക്ക് എന്തുകൊണ്ട് ഒരു ഭംഗി നൽകുന്നുണ്ട്. സ്പോയിലർ ഇല്ല, ചിലവർ വയ്ക്കുന്നുണ്ട്, അതെല്ലാം ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു. ഈ നോർമൽ ടൈപ്പിലും അതിൻ്റെ ഒരു ആവശ്യം ശരിക്കും വരുന്നില്ല. ഇത് നല്ല ഭംഗിയിൽ തന്നെ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ഒരു ഭംഗിയാണ് ഈ വണ്ടിക്ക്. പിന്നെ നെക്സ എന്നൊരു ബാഡ്ജിങ് ഇത് ഇവിടെ കിടക്കുന്നു. ഇതെല്ലാമാണ് സൈഡ് വ്യൂവിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ ബൈ ചാൻസ് നമ്മുടെ താക്കോല് സ്മാർട്ട് കീ വർക്ക് ചെയ്തില്ലെങ്കിൽ ഫിസിക്കലായി തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡോറിലെ കാര്യങ്ങൾ നോക്കാം.
ഇത് നമ്മളെ സാധാരണ സുസുക്കിയിൽ വരുന്ന പോലത്തെ മെറ്റീരിയൽ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ വന്നിട്ടുണ്ട് ഡോറ്. എന്നാൽ തന്നെ നടുക്കിലൊരു പർപ്പിൾ കളർ വരുന്നുണ്ട്. ഇതിപ്പോൾ ഗ്രാൻഡ് വെയിറ്റ് ആയാലും നമ്മുടെ ഫ്രോൺസിലും ഈ ഒരു കളർ പാറ്റേൺ ആണ് ഇന്റീരിയറിൽ വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു സിൽവർ കളറിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോർ ലിവേഴ്സ് എല്ലാം ക്രോം ഫിനിഷിലാണ് വരുന്നത്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ളത്, പിന്നെ വണ്ടി ലോക്ക് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ, പിന്നെ നമ്മുടെ 4 ബൈക്കുള്ള പവർ വിൻഡോന്റെ കൺട്രോള്, ഇതെല്ലാം തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ബേസ് വേരിയന്റ് തന്നെ കിട്ടുന്നുണ്ട്. അത് ഗ്രാൻഡ് വിറ്റാലിലൊരു വലിയൊരു എന്താ പറയാ, നമുക്ക് ഗ്രാൻഡ് വിറ്റാലിലൊരു പ്രത്യേകത എന്ന് തന്നെ പറയാം. പിന്നെ കമ്പനി സ്പീക്കേഴ്സാണ് വരുന്നത് വണ്ടിയിൽ. അത് നമ്മളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു ബോട്ടിൽസ് ക്യാരി ചെയ്യാനുള്ള ഒരു നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾക്കായിട്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് നമ്മുടെ ഡോർ സൈഡിലേക്ക് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറിയുള്ള വിശേഷങ്ങൾ പറയാം. ഇനി നമുക്ക് സീറ്റിലെ കാര്യം തന്നെ ആയി നോക്കാം. സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സംഭവം സാധാ ലിവർ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് നമുക്ക് കയറ്റാനും ഇറക്കാനും ഇപ്പോൾ അത്യാവശ്യം ഒരു ഇതിലാണ് വെച്ചിരുന്നത്. എൻ്റെ ഒരു കംഫർട്ടിലാണ് വെച്ചിട്ടുള്ളത്. സീറ്റ് നമുക്ക് ഹൈറ്റ് കൂട്ടാനും ഹൈറ്റ് കുറയ്ക്കാനും പറ്റും. ഇനി സ്റ്റിയറിംഗ് വരാണെങ്കിൽ സ്റ്റിയർ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിങ്ങിന് നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വരാണെങ്കിൽ ബേസ് വേരിയൻ്റെ കാരണം ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ സുസുക്കിയുടെ പുതിയൊരു ലോഗോ, ആ ഒരു പുതിയൊരു ഫിനിഷിങ് തന്നെ വന്നിട്ടുണ്ട്. ഇവിടേക്ക് ഒരു പ്രീമിയം ഫിനിഷ്, ഒരു നമ്മുടെ സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട്. കാർബൺ ഫൈബറിന്റെ പോലത്തെ ഒരു മെറ്റീരിയൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് റാപ്പിഡാണ്. ബാക്കി കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരാണെങ്കിൽ നമ്മുടെ എൻജിൻ സ്റ്റാർട്ടിങ് പുഷ് ബട്ടൺ ആണ്. ഇവിടെ ഒരു ക്രോം ഫിനിഷിൽ വന്നിട്ടുണ്ട്. ആ പർപ്പിൾ കളർ ഇവിടെ എല്ലാവരുടെയും വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ സാധാ AC വെന്റ് കൺട്രോൾ ഇവിടെ, അവിടെ ഒരു AC വെന്റ് അവിടെയിട്ട് വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ. പിന്നെ ഈ സൈഡിലെല്ലാം തന്നെ ബേസ് വേരിയന്റ് ആയി കഴിഞ്ഞ് തന്നെ ബ്ലാങ്ക് ആണ്. പിന്നെ നമ്മുടെ ലൈറ്റ്സിന്റെ കൺട്രോൾ ഇവിടെ വരുന്നുണ്ട്. ഇനി ഇവിടേക്ക് വരാണെങ്കിൽ നമ്മുടെ നമ്മുടെ വണ്ടിയുടെ ബോണറ്റ്, അതുപോലെ തന്നെ പെട്രോൾ ടാങ്കിന്റെ ഒരു ഓപ്പൺ ചെയ്യാനുള്ള ഈ 2 ലിവറുകൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വണ്ടി മാനുവലാണ്. ബേസ് വേരിയന്റിന്റെ കാര്യത്തിൽ തന്നെ മാനുവലാണ്. ഇനി നമുക്ക് ഉള്ളിലത്തെ വിശേഷങ്ങൾ ബാക്കി ഇവിടത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ടൊറീറ്റോ എന്ന ബ്രാൻഡ് നമ്മൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്താണ്. ബേസ് വേരിയന്റിന് നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കിട്ടില്ല. പിന്നെ AC വെന്റ്സ് ഇവിടെ 2 വരുന്നുണ്ട്. അത്യാവശ്യം ഇവിടേക്ക് തന്നെ ഒരു സിൽവർ ഫിനിഷിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഹസാർ ലൈറ്റ്, പിന്നെ ഇവിടെ നമ്മുടെ AC ഫാനിന്റെ കൺട്രോള്, ഇവിടെ ടെമ്പറേച്ചർ കൺട്രോള് എല്ലാം വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാറിന്റെ ബാക്കിൽ ഡിക്കി സ്പേസിലേക്കുള്ളതും പിന്നെ ഡിക്കി സ്പേസിലേക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ AC ഓഫ്, പിന്നെ ഓട്ടോ, ഫ്രണ്ട്, റിയർ, പിന്നെ ടെമ്പറേച്ചർ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കാലിൻ്റെ അവിടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഉള്ള ഒരു ടെമ്പറേച്ചർ കൺട്രോൾ അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് പുതിയൊരു ഓപ്ഷനാണ്. പിമ്പോൾ നമുക്ക് ലിവർ നോക്കുകയാണെങ്കിൽ തന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ആണ് വരുന്നത്. ലെതർ റാപ്പിഡ് ആണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒരു ഗിയർ ലിവറും വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രോം ഫിനിഷ് എത്തിയിട്ടുണ്ട്. പിന്നെ ആംറസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ആംറസ്റ്റിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തപ്പോൾ എൻ്റെ ഒരു ഈ ഒരു കയ്യിലെ വലിപ്പത്തിനുള്ള ഒരു സ്റ്റോറേജ് ഉള്ളിലോട്ട് നല്ലോണം വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിലും ഇതൊരു 2 ബോട്ടിൽ വെക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കോഫി ഒക്കെ വെക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് കീ ആണോ എന്ന് ചോദിച്ചാൽ ലോക്കും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഒരു പ്രീമിയം ഫിനിഷിംഗ് തന്നെ സുസുക്കിയിൽ വരുന്നുണ്ട്. ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് താക്കോല് വലിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഫിസിക്കലി ഇനി ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കലി ഓപ്പൺ ചെയ്യാം.
പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു പർപ്പിൾ ഫിനിഷിലാണ് വണ്ടി വരുന്നത്. ആ ഒരു ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ ഒരു സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട്, രണ്ട് സൈഡിൽ നിന്നും വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ ഒരു ഡാഷ്ബോർഡിലുള്ള ഒരു സ്പേസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിററിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ മിററിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളും ഇങ്ങനെയാണ് 2 ലൈറ്റ്സ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സൺഷെയ്ഡ് കോപ്പ സെൻറ്ററിന് വരുമ്പോഴും സാധാ അതിൻ്റെ ആ ഒരു മിററും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിലും നമുക്ക് ആ ഒരു ഇതിൽ തന്നെ ആ ഒരു മിററും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ട് സെൻട്രലൈസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു ബേസ് വേരിയൻ്റ് തന്നെ അതെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ സീറ്റ് നോർമൽ പൊസിഷനിലാണ് ഇരിക്കുന്നത്. എന്നാൽ തന്നെ എൻ്റെ ലെഗ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചാർജിങ് സ്പോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ സീറ്റിലായാലും വരുമ്പോൾ ആ ഒരു കുഷ്യൻ ടൈപ്പും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു ടൈ സപ്പോർട്ട് ഇവിടെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് സീറ്റിലേക്ക് വരികയാണെങ്കിൽ തന്നെ ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2 സൈഡിലും ഇവിടെയും ലൈറ്റ്സ് വരുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ ലൈറ്റ്സ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് പിടിക്കാനുള്ള ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യങ്ങളും അവിടെയും വരുന്നുണ്ട്. ഇതെല്ലാമാണ് ആ ഒരു ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെയായിട്ട് ഒരു ലിവർ വരുന്നുണ്ട്. ഇവിടെയായിട്ട് കണ്ടാൽ മനസ്സിലാവും. അത് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിവറായിട്ട് വരുന്നുണ്ട്. പിന്നെ ചൈൽഡ് സെക്യൂരിറ്റി വരുന്നുണ്ട്, ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് വാർണിംഗ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൂസൊക്കെ ഇട്ട് അല്ലെങ്കിൽ അൺലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീറ്ററിലേക്ക് നമുക്ക് അതിൻ്റെതായ വാണിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് കാലത്തേക്ക് ടി പോലെ ശബ്ദങ്ങൾ വരുന്നുണ്ടാവും. ഇതെല്ലാമാണ് ബാക്കിലത്തെ കാര്യങ്ങൾ. അത്യാവശ്യം ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് നോക്കണ്ട, ഈ സീറ്റ് അത്യാവശ്യം കയറിയിരിക്കുന്ന സീറ്റാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഹൈറ്റ് 5.7 ആണ്. അപ്പോൾ എൻ്റെ കാലെപ്പോഴും വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ അടിയിലായിട്ട് അത് കാണാൻ പറ്റില്ല, ഈ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ലിഥിയം ബാറ്ററി ഇരിക്കുന്നത്. അതാണ് ഹൈബ്രിഡ് എന്ന ഈ വണ്ടിയുടെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് കമ്പനി സ്പീക്കർ, ബോട്ടിൽസ് വയ്ക്കാനുള്ള സ്റ്റോറേജ്, പിന്നെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു സാധാ നോർമലി പോലെ തന്നെ സീറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് കൺട്രോളബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സ്റ്റെപ്പിന് ഈ ഒരു 3 സംഭവങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു ബേസ് വേരിയന്റിൽ നിന്ന് ഇപ്പോൾ കമ്പനി സുസുക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ളത് എന്ന് പറയുമ്പോൾ അതെല്ലാം ഹയർ ഓപ്ഷനിലേക്കാണ് ഇപ്പോൾ എല്ലാം മാറ്റിയുള്ളത്. നമുക്ക് ഡിക്കിയുടെ കാര്യങ്ങൾ നോക്കാം. ഇനി ഡിക്കി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഡിക്കി സൈഡ് വരികയാണെങ്കിൽ നമുക്ക് ഡിക്കി സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പിന് ഇവിടെ കാണാം. ഇപ്പോഴത്തെ ഈ ഒരു ബേസ് വേരിയന്റിൽ സ്റ്റെപ്പിന് വരുന്നില്ല, അതൊക്കെ കമ്പനി എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തോ ഒരു ഭാഗത്തിന്, ഓണറിൻ്റെ ഒരു ഭാഗത്തിനായിരിക്കും ഈ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ലാമ്പൊക്കെ വരും. ഈ സൈഡിലായിട്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് ഈ ബേസ് വേരിയന്റിൽ അത് വന്നിട്ടില്ല. പിന്നെ 373 വണ്ടിയുടെ ബൂട്ട് സ്പേസ്. പിന്നെ സീറ്റ്സ് എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് അത്യാവശ്യം വീണ്ടും സ്റ്റോറേജും കാര്യങ്ങളും കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് വണ്ടിയിലുണ്ട്. പിന്നെ എൻജിൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ എൻജിൻ എന്ന് പറയുന്നത് 1462 cc ആണ് വണ്ടി വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 1500 എന്ന് തന്നെ പറയാം. ഒരു ഹൈബ്രിഡ് എൻജിനാണ്. പിന്നെ ബാറ്ററി, പിന്നെ ആ ഒരു പാസഞ്ചറിൻ്റെ അവിടെയാണ് ലിഥിയം ബാറ്ററി ഈ ഹൈബ്രിഡിൻ്റെ ഇരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെയായിട്ട് ഒരു 4 സിലിണ്ടർ നമുക്ക് കാണാം. ഇതൊക്കെയാണ് എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴുള്ള ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം.
അതിൽ റേഡിയോ, മാപ്പ്, മ്യൂസിക്സ്, പിന്നെ സ്പീഡ്, കിലോമീറ്റർ. അതിന് തന്നെ ഇത് ടൊറിറ്റോ എന്നൊരു ബ്രാൻഡാണ് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ബ്ലൂടൂത്ത് കണക്ഷൻ, പിന്നെ ലൊക്കേഷൻ, ടൈം, വൈഫൈ എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാം തന്നെ ഒരു ഫുൾ ഓപ്ഷൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് തന്നെ പറയാം. സൈഡിലേക്കാണെങ്കിൽ ക്രോം, റേഡിയോ, നമ്മുടെ ആപ്സുകൾ പോലത്തെ, മ്യൂസിക്, വീഡിയോ, ബ്ലൂടൂത്ത്, BT മ്യൂസിക്സ്, സെറ്റിങ്സ്, ഫയൽസ്, പ്ലേ സ്റ്റോർ, മാപ്സ്, പിന്നെ കാർ സെറ്റിങ്സ്, യൂട്യൂബ്, സ്പോട്ടിഫൈ, ഒട്ടനവധി സംഭവം തന്നെ ഉണ്ട് ഇതിൽ. പിന്നെ കാർ ഇൻഫോ, വേർഷൻ ഇൻഫർമേഷൻ നോട്ട് ഡിറ്റക്റ്റഡ്, അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അതിപ്പോൾ ആഡ് ചെയ്താൽ അപ്പോൾ അതും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ തീം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള തീമുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് വെച്ചുള്ളത് ഇതിപ്പോൾ ഈ തീമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ നമ്മളെ ഇഷ്ടപ്രകാരം നമുക്ക് ഇങ്ങനെ തീമുകൾ ആഡ് ചെയ്യാം. അതൊക്കെയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ മ്യൂസിക്കലി നമുക്ക് ശബ്ദം കേൾക്കാം കേട്ടോ വണ്ടിയിലെ. ആ ഒരു ഡോർ അടച്ചല്ലേ, അടച്ചതിനാ ശബ്ദം കേൾക്കാം. ഇതിപ്പോൾ നമ്മൾ പകുതിയിൽ ഒരു 90-ലൊക്കെയാണ് ഫുള്ളായിട്ട് നമ്മളെ ശബ്ദം. ചെവി അടിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക്കൽ സംഭവം തന്നെയാണ് വണ്ടിയുള്ളത്. ഇതൊക്കെയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ. പിന്നെ നമുക്കിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് കാണാം. RPM ലൈറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ആകെ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 267 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ സീറ്റ് ബെൽറ്റ്സിൻ്റെ വാണിങ്ങുകൾ കാണാം. പിന്നെ ഫ്യൂവൽ, ടൈം, ടെമ്പറേച്ചർ, സെൽഷ്യസ്, ഫ്യൂവൽ, അങ്ങനെ ബാക്കി നോർമലി വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇത് വരുന്നത്. മീറ്ററിലെല്ലാം വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇതാണ് വണ്ടിയിലത്തെ 360 വ്യൂ. ടൊറിറ്റോ എന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ വണ്ടി ഷോറൂം പ്രൈസ് വന്നത് 11,20,000 രൂപയായിരുന്നു. നമ്മൾ ഈ വണ്ടി എടുത്തത് എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ചാലക്കുടി ജോർജ് മേജോ എന്ന് പറയുന്ന ഡീലർഷിപ്പിൽ നിന്നാണ്. അത്യാവശ്യം നല്ലൊരു ഡീലിങ്സ് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഇത് തന്നിട്ടുണ്ടായി. എല്ലാം കൂട്ടി അത്യാവശ്യം ആക്സസറീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അതിലും ഓഫർ തന്ന് ചെയ്തിട്ടുണ്ടായി. നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രമാണ് അവിടെ നിന്ന് ചെയ്യാത്തുണ്ടായത്. പിന്നെ ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോൾ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 13,20,000 രൂപയാണ്. പിന്നെ നമ്മുടെ ടൊറിറ്റോ എന്ന് പറയുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പ്ലസ് 360 ക്യാമറ ആഡ് ചെയ്തപ്പോൾ വന്ന പ്രൈസ് എന്ന് പറയുന്നത് 26,000 സംതിങ് രൂപയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ വിശേഷങ്ങൾ. എന്തായാലും പുതിയൊരു വണ്ടിയായിട്ട് നമ്മൾ അധികം വൈകാണ്ട് തന്നെ വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺ. ഓക്കെ.